ഹരേ കൃഷ്ണ. രാമായണത്തിലെ കുറച്ച് ഉത്തരങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഭാഗം പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത്. വാൽമീകി രാമായണം രചിച്ചത് രാമപുത്രന്മാരായ ലവകുശന്മാരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. സീത ലവകുശന്മാർക്ക് ജന്മം നൽകിയത് വാൽമീകി ആശ്രമത്തിലാണ്. കൈകേയി പുത്രൻ ഭരതനും കൗസല്യപുത്രൻ ശ്രീരാമചന്ദ്രനുമാണ്. ശ്രീരാമചന്ദ്രൻ്റെ ജനനം ചൈത്രമാസം നവമി ശുക്ലപക്ഷം പുണർന്നം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചിരിക്കുന്നത്. കാകുസ്തൻ എന്ന രാമന് പേര് ലഭിച്ചത് ഇക്ഷ്വാകു വംശത്തിൽ കകുസ്തൻ എന്ന രാജാവിൻ്റെ വംശത്തിൽ പിറന്നതിനാലാണ് കാകുസ്തൻ എന്ന് ശ്രീരാമചന്ദ്രന് പേര് ലഭിച്ചത്. അയോധ്യ നഗരം കോസലത്ത് ആയിരുന്നു. വസിഷ്ഠൻ ജനിച്ചത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ടാണ്. വിശ്വാമിത്രനെ കൗശികൻ എന്നറിയപ്പെടുന്നത് കുശൻ എന്ന രാജാവിൻ്റെ വംശത്തിൽ പിറന്നതിനാലാണ്. വിശ്വാമിത്രൻ ഭരിച്ച രാജ്യം കന്യാകുബ്ജം. വിശ്വാമിത്രൻ തപസ്സിന് പോയത് രാജശക്തിയേക്കാൾ ബലം തപശക്തിക്കാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വിശ്വാമിത്രൻ തപസ്സിന് പോയത്. തപശക്തിയുടെ ബലം വിശ്വാമിത്രൻ അറിഞ്ഞത് വസിഷ്ഠന് തപസ്സാൽ ലഭിച്ച നന്ദിനി പശുവിനെ സൈന്യബലത്താൽ കൈക്കലാക്കാൻ കഴിയാതിരുന്നപ്പോൾ. ഹരേ കൃഷ്ണ. ബാക്കി അടുത്ത ഭാഗത്ത്.